സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 14:22 മുതൽ തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. കുർബാന എന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനോ പഠിപ്പിക്കാനോ ഒന്നുമില്ല. എങ്കിൽ പോലും ചിലതിങ്ങനെ പരിചിതത്വം കൊണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില എലമെന്റ്സ്, ചില കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിലുണ്ട്. ഞാൻ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് 99-ൽ ഞങ്ങൾ ഡീക്കന്മാരായിരുന്ന സമയത്ത് വടവാദ സെമിനാരിയിലാണ് ഞാൻ ഫിലോസഫി തിയോളജിയൊക്കെ പഠിച്ചത്. വടവാദ സെമിനാരിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് പള്ളി. പള്ളിയുടെ 2 സൈഡിലായിട്ടാണ്, ഒരു സൈഡിൽ ഫിലോസഫി വിങ്, മറ്റേ സൈഡിൽ തിയോളജി വിങ്, പുറകിലായിട്ടാണ് അച്ഛന്മാരുടെ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ 2 വശങ്ങളിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഓരോ ബ്രിഡ്ജ് ഉണ്ട്. പുറകിൽ നിന്ന് അച്ഛന്മാർക്ക് വരാനായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ഫ്രണ്ടിൽ വേറെ എൻട്രൻസ് ഉണ്ട്. സാധാരണ അച്ഛന്മാർ ഫിലോസഫി ഭാഗത്തുനിന്ന് തിയോളജി ഭാഗത്തുനിന്ന് ബ്രിഡ്ജിലൂടെയാണ്, പാലത്തിലൂടെയാണ് അച്ഛന്മാർ പുറകിലൂടെ വരും. ഞങ്ങൾ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന ഒരു ദിവസം, അന്ന് രാവിലെ 7 മണി സമയത്ത് ഏതാണ്ട് 100 ശമാശന്മാരുണ്ട്. അന്ന് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട മോൺസിഞ്ഞൂർ നടുവിലയുടെ അച്ഛനാണ്. നടുവിലയുടെ അച്ഛൻ കുർബാനയിലെത്തും. കുർബാനയ്ക്ക് അന്ന് കൂടിക്കൊണ്ടിരുന്നത്, ഒരു വശത്ത് കൂടിക്കൊണ്ടിരുന്നത് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലൊക്കെ ഉണ്ടായിരുന്ന OPDയും ഫാദർ ബിനോയ് കരുമരുതിങ്കൽ അച്ഛനാണ്. മറുവശത്ത് നിന്നിരുന്ന ഞാനുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ കുർബാനയുടെ സമയം, കുർബാനത്തേക്ക് നമ്മുടെ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയമായ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ സൈറൻ മുഴങ്ങുന്ന പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് തൊട്ട് അപ്പുറത്തുള്ള കുറച്ച് അകലെയായിട്ടുള്ള MRF ടയർ കമ്പനിയുണ്ട്, അവിടെ നിന്നുള്ളൊരു സൈറനാണ് എന്നാണ് കരുതിയത്. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ ഈ കോട്ടയം പാലാ ഭാഗങ്ങളിൽ ഇങ്ങനെ ഭൂമി കുലുക്കം ചെറുതായ തോതിലുണ്ടായിരുന്നു. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, എടാ അത് ഭൂമി കുലുങ്ങുന്നതാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു. മാത്രമല്ല ഈ പള്ളി ഇങ്ങനെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ്, അതിങ്ങനെ തൂണുകളിലാണ് നിൽക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. ആരും പറഞ്ഞു ഓടിക്കൂടാ രക്ഷപ്പെടാ എന്ന് പറഞ്ഞ് എല്ലാവരും കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് ഇറങ്ങി ഓടി. ഒരു വഴിക്ക് മറ്റേ വഴിക്ക്. എൻ്റെ കയ്യിൽ തൂക്കുകുറ്റിയായിരുന്നോ മെഴുതിരിക്കാനായിരുന്നോ എന്ന് അറിയില്ല. എന്തായാലും കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഓടി, എല്ലാവരും ഓടി ഈ ബ്രിഡ്ജിലൂടെയാണ് ഓടുന്നത്. അപ്പോൾ ആദ്യം ഓടിയ ഒരു ശമാശം തിരിച്ചോടാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറയാം, ചെരുപ്പെടുക്കാൻ മറന്നുപോയി. ഭൂമി കുലുക്കത്തിൽ ചെരുപ്പെടുക്കാൻ മറന്നു പോയെങ്കിൽ വേറൊരുത്തൻ ഇങ്ങനെ ഓടി ഇറങ്ങി പിന്നെ വീണ്ടും മുകളിലേക്ക് കയറാൻ ചോദിച്ചപ്പോൾ പറയാം, അതിലൂടെ റെക്ട്രസും വരുന്നുണ്ട്.
ഇതിലും ഭേദം ഭൂകമ്പമാണ് എന്നുള്ളത് അങ്ങനെ കുറെ തമാശകളൊക്കെ ഉണ്ടായി. എല്ലാവരും എന്നിട്ട് പിന്നെ ഗ്രൗണ്ടിലൊക്കെ വന്നിരുന്ന് എപ്പോ വീണു എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും വീണൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് നേരെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഉറക്ക ക്ഷീണമൊക്കെ പോയി. നമ്മൾ വീണ്ടും ഉഷാറായി തിരിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച, ഈ കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് ഈ അച്ഛനിങ്ങനെ കാസിൽ വിലാസി എടുത്തിട്ട് ഇങ്ങനെ പ്രദക്ഷിണമായി അൾത്താരയിലേക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം. അച്ഛൻ അവിടെ ഓടിയില്ല, അച്ഛൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനിങ്ങനെ അൾത്താരയിൽ അപ്പവും നെയ്യും വെച്ചിട്ട് അവിടെ മുട്ടുകുത്തി നിന്ന് ഈ അൾത്താരമേശനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, പഴനികുത്തി പറയുന്ന പോലെ വളർമൂണിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന ഒരാളെ പോലെ ഈ അൾത്താരെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അടിവിലാശിങ്ങനെ നെറ്റി ഇങ്ങനെ ആ അൾത്താരയിൽ മുട്ടിച്ച് ഇങ്ങനെ കിടക്കാണ് മുട്ടുകുത്തി. ഈ രക്തം ഇങ്ങനെ വീണ് അൾത്താരയിൽ ഇങ്ങനെ ഒഴുകുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി ലജ്ജ തോന്നി. കാരണം ഈ അച്ഛൻ്റെ കാര്യം ആ സമയത്ത് ആരും ഓർത്തില്ലല്ലോ. ഏതായാലും പെട്ടെന്ന് പിന്നെ കുർബാനയ്ക്ക് ചൊല്ലി അവസാനിപ്പിച്ച് സംഗീതത്തിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിനോയ് ബ്രദർ ചോദിച്ചു, അപ്പം അച്ഛനെന്തോ ഓടി രക്ഷപ്പെടാൻ. അപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ മക്കളെ, ഈ അൾത്താര വിട്ട് നിങ്ങൾ എവിടെ പോയി രക്ഷപ്പെടാനാണ്? എവിടെ പോയാലാണ് നിങ്ങൾക്ക് രക്ഷ കിട്ടുക? ആദ്യമായിട്ട് ഞാൻ ഈ പട്ടം സ്വീകരിക്കാനായിട്ടൊരു 3-4 മാസം കൂടിയുള്ള സമയത്താണ്. പക്ഷെ അപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടാനുള്ളതായിരുന്നു എൻ്റെ ടെൻഡൻസി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ, ഈ ആൾക്കാരെ സ്നേഹിക്കാൻ ഇത്രമാത്രം പഠിപ്പിച്ചിട്ടും ജീവിതത്തിൽ ഒരു ഭൂകമ്പം, ഒരു ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾ ഓടാനാണല്ലോ ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ പതുക്കെ ഞാനിങ്ങനെ ഈ വിശുദ്ധ കുർബാനയെ ഇങ്ങനെ സ്നേഹിക്കാൻ എന്താ ചെയ്യാൻ പറ്റാമെന്ന് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊക്കെയാണ് ഈശോയുടെ സ്നേഹത്തെ, ദിവികാരുടെ സ്നേഹത്തെ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് പട്ടം കിട്ടിയതിന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ കാറ്റഗറ്റിക്കൽ സെന്ററിൽ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന ഒരു 3 ദിവസത്തെ ഒരു തിയേറ്റർ ആർട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടി. അപ്പം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് മുംബൈ ആർച്ച് ഡയസിസിൽപ്പെട്ട ഫാദർ മൈക്കിളാണ്. ഈ അച്ഛൻ്റെ പ്രത്യേകത അച്ഛൻ ഈ തിയേറ്റർ ആർട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ വിശുദ്ധ കുർബാന ഏറ്റവും സജീവമായിട്ട് എങ്ങനെ ബലിയർപ്പിക്കാൻ പറ്റും, അപ്പോൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ചെറിയ സെൽ ഗ്രൂപ്പുകളായിട്ട് 7-8 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള കുർബാനയെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൊച്ചു ഗ്രൂപ്പിൽ ഞങ്ങൾ 3-4-5 അച്ഛന്മാരുണ്ട്, 2-3 സിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ ഓരോരുത്തരിങ്ങനെ അവരവരുടെ മനസ്സിലുള്ള വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കൊച്ചച്ഛനാണ്, പക്ഷെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആശയം പറയുന്നുള്ളൂ. അപ്പം ഞാൻ അവതരിപ്പിച്ചൊരു ആശയമാണ് എമ്മാവൂസ് കുർബാന. എമ്മാവൂസ് കുർബാന എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ വിശദീകരിച്ചു, എമ്മാവൂസ് കുർബാന എന്ന് പറയുന്നത് പള്ളിക്ക് പുറത്താണ് ആരംഭിക്കുന്നത്. കാരണം നമുക്കറിയാലോ, 2 ശിഷ്യന്മാരിങ്ങനെ എമ്മാവൂസിലേക്ക് പോകുന്ന സമയത്ത് ഈശോ അവരുടെ കൂടെ നടക്കുന്നു. എന്നിട്ട് കൂടെ നടക്കുന്ന സമയത്ത് വചനം പറയുന്നു. എന്നിട്ട് ഒരു സത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ സത്രത്തിൽ കയറുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്നതാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനിങ്ങനെ ഈ ജനങ്ങളുടെ കൂടെ നടക്കും. ജനങ്ങളുടെ കൂടെ നടക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ വചനം പറയും. വചനം ഇങ്ങനെ പറയും, ബാക്കിയുള്ളത് കേൾക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു മരത്തണലിലോ ഏതെങ്കിലും ഒരു തണലിലോ ഒരു ചുവട്ടിലൊക്കെ വന്നിരുന്നിട്ട് അവിടെ വെച്ച് നമ്മൾ ഈ അപ്പം മുറിക്കും, അങ്ങനെ പങ്കുവയ്ക്കും. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിലെ ഒരു അച്ഛൻ ചോദിച്ചു, അച്ഛൻ പ്രശ്നമുണ്ടല്ലോ, ഈശോ അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിക്കുന്നത് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പം അച്ഛൻ അപ്രത്യക്ഷനാകും, എന്നാലാണല്ലോ ഒരു പൂർണ്ണമാകുള്ളൂ. എനിക്കതിന് ഉത്തരം ഉണ്ടായില്ല. ശരി, ഈ അച്ഛൻ എങ്ങനെ അപ്രത്യക്ഷനാകും, അതിന് ഒരു ഉത്തരമില്ല. അതോടുകൂടി എൻ്റെ എമ്മാവൂസ് കുർബാന അവിടെ അവസാനിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റോമിൽ ഈ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ, ബൈബിൾ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ വിശുദ്ധ ഗ്രന്ഥം, ഈ ഭാഷ, ഗ്രീക്ക് ഭാഷ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഭാഗം വായിച്ചപ്പോൾ അതിനൊരു ഉത്തരം എനിക്ക് ശരിക്കും കിട്ടിയത്.
അവിടെ എഴുതിയിരിക്കുന്നതാണ് ഹി ഡിസപ്പിയർഡ് ഫ്രം ദം എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായെന്നാണ്. പക്ഷെ ആ വാക്കിന്, ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കിന് ശരിക്കും രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഡിസപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അർത്ഥം റീ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും പ്രത്യക്ഷപ്പെടുക എന്ന അർത്ഥം കൂടി ആ ഗ്രീക്ക് വേർഡിനുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ അവിടെ അപ്രത്യക്ഷനാവുകയല്ല ചെയ്തത്, മറിച്ച് ഹി റീ അപ്പിയർഡ്. എങ്ങനെ? ഇൻ വാട്ട് ഫോം? ഏത് ഫോമിലാണ് അവൻ അവിടെ റീ അപ്പിയർ ചെയ്തത്? അപ്പത്തിന്റെ രൂപത്തിൽ. അപ്പോൾ അപ്രത്യക്ഷനാകുന്നവനല്ല ദൈവം, മറിച്ച് അപ്പത്തിൽ പ്രത്യക്ഷനാകുന്നവനാണ് ദൈവം എന്നുള്ള തിരിച്ചറിവ് അന്നെനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ മാസ്റ്റേഴ്സിന്റെ തീമായിട്ട് ഞാൻ എടുത്തത് ഈ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഈ പുതിയ ഉടമ്പടി ഭാഗമാണ് ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തത്. പക്ഷെ ഇത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനേക്കാളൊരു കൺഫ്യൂസിങ് വേർഡ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചു. അതിന്ന് വായിച്ചൊരു വചനമാണ്. ഈശോ പാനപാത്രം എടുത്തു, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇനി ദൈവരാജ്യത്തിൽ നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാനിനി കുടിക്കുകയില്ല. എന്താണ് ഈശോ അങ്ങനെ പറയാൻ കാരണം? എന്താണ് അതിന്റെ സാങ്കത്യം? എന്തിനാണ് അങ്ങനൊരു വചനം പറഞ്ഞില്ലായിരുന്നെങ്കിലും ഈശോയ്ക്ക് പെസഹ പൂർത്തിയാക്കാമായിരുന്നില്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഈ പെസഹയെ കുറിച്ച്, ഈ പുതിയ ഉടമ്പടിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വചന ഭാഗം പ്രധാനമായിട്ടും ഈ ഒരൊറ്റ ചോദ്യത്തെ ആസ്പദമാക്കിയാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എവിടെ വെച്ചാണ്? നിങ്ങളോടാണ് ചോദ്യം. നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ സെഹിയോൻ മാളിക, ഓപ്ഷൻ ബി കാൽവരി മല, ഈ ഓപ്ഷൻ സി വേണം. ഓപ്ഷൻ സി ബെത്ലഹേം. ഓക്കെ, ഓപ്ഷൻ എ സെഹിയോൻ മാളിക എന്ന് പറയുന്നവര് ഒന്ന് കൈകൊള്ളണം. റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു സേ ഇറ്റ് ഈസ് സെനക്കൽ. നിങ്ങളുടെ കൈ ശരിക്കും പൊന്തണം. നിങ്ങൾ ഇങ്ങനെ തല പറയുന്ന മാതിരി പൊക്കരുത്, മര്യാദയ്ക്ക് പോകണം. ഓക്കെ, 78 പേര്. ഇനി ഓപ്ഷൻ ബി കാൽവരി മലയിലാണ് ഈശോയുടെ വിശുദ്ധ കുർബാന എന്ന് വിചാരിക്കുന്നവര്, വിശ്വസിക്കുന്നവരും ഇതേക്ക് 22 പേര്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പറയും ഒന്നുകിൽ പൂവൻ അല്ലെങ്കിൽ പെട. ഇതിന് രണ്ടിലും പെടാത്തവരുണ്ടോ? ഈ ബെത്ലഹേം എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ബെത്ലഹേം ഒന്നാമത്തെ ഓപ്ഷൻ ഒരാളുണ്ട്. കാരണം അപ്പത്തിന്റെ ഭവനമാണ് എന്നുള്ളൊരു സൂചനയുണ്ട്. അപ്പോൾ കുറെ പേര് ഒന്നുകിൽ ഈ കൂട്ടത്തിൽ കുറെ പങ്കാളികൾ വന്നിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഏതെങ്കിലും ഉത്തരം പറയണം. എന്തായാലും 2 ഉത്തരങ്ങളാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഒന്നുകിൽ സെഹിയോൻ മാളിക അല്ലെങ്കിൽ കാൽവരി മല. ഈ 2 നമുക്ക് ഒതുക്കാം. ഗുരുജി ഈ 2 കൂടി ഒതുക്കണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എക്സൈറ്റ്. നമ്മൾ ഈ ഒരു വചനഭാഗത്ത് പഠിക്കാൻ ശ്രമിക്കുന്നത് എവിടെ ഈശോ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിന് ആദ്യം നമുക്ക് ആദ്യത്തെ പെസഹ അതിലേക്കൊന്ന് പോകണം. ഈശോയുടെ കാലഘട്ടത്തിന് ഏതാണ്ട് 3500 ഇന്നത്തെ കാലഘട്ടത്തിന് ഏതാണ്ട് 3500 വർഷം മുമ്പാണ് ആദ്യത്തെ പെസഹ. ഈശോയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 1500 വർഷം മുമ്പ് ഏതാണ്ട്. ഓക്കെ, 3500 വർഷം മുമ്പ് അവർ ആദ്യമായിട്ട് പെസഹ ആചരിച്ചത് എവിടെ വെച്ചായിരുന്നു? ഈജിപ്തിൽ വെച്ചാണ്. സെഹിയോൻ മാളികയിലല്ല, ഈജിപ്തിൽ വെച്ച് അല്ലേ? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെ ആ രാത്രിയിലാണ് അവര് ആചരിക്കുന്നത്. എങ്ങനെയാണ് അവർ ആചരിക്കുന്നത് നമുക്കറിയാം. അതിന് തൊട്ട് മുമ്പ് മോശ വന്നിട്ട് ഫറവോയോട് പറയുന്നു, മഹാമാരി അയക്കുന്നു. മോശ വീണ്ടും കഠിന ഹൃദയനാകുന്നു. അവസാനം ദൈവമായ കർത്താവ് പറയുന്നു, നീ ഒരിക്കൽ കൂടി പോകണം, ഫറവോയോട് പറയണം, ആരാധിക്കാൻ ജനത്തെ വിടണമെന്ന് പറയണം. അവ വിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെല്ലുക, കുഴപ്പമില്ല, നിങ്ങൾ തിരിച്ചു വരിക, ഈ രാത്രി വിമോചനത്തിന്റെ രാത്രിയായിരിക്കും. എന്നിട്ട് മോശയോട് പറഞ്ഞു, നീ 12 ഗോത്ര തലവന്മാരെ വിളിച്ചുകൂട്ടി ആ ഗോത്ര തലവന്മാരോട് ഇങ്ങനെ പറയണം,
ഇങ്ങനെ പറയുന്നത് പോലെ കർത്താവ് അരുളി ചെയ്ത പോലെ ചെയ്യണം. അങ്ങനെ മോശ എന്ത് ചെയ്തു? 12 ഗോത്ര തലവന്മാരെ വിളിച്ചുകൂട്ടി, 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ അവരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്താണ്? ഒന്നാമത്തെ കാര്യം, ഒരു ഊനമിട്ട കുഞ്ഞാടിനെ നിങ്ങൾ പിടിക്കണം. അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടിലപ്പടിയിലും അതിൽപ്പടിയിലും നിങ്ങൾ തളിക്കണം. അതിൻ്റെ മാംസം നിങ്ങൾ ചുട്ടെടുക്കണം. ബാക്കി അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ദഹിപ്പിച്ച് കളയണം. എന്നിട്ട് പുളിപ്പില്ലാത്ത അപ്പവും ഈ കുഞ്ഞാടിനെ നിങ്ങൾ നിന്നുകൊണ്ട് കഴിക്കണം. അത് കഴിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ യാത്ര പുറപ്പെടണം. നിങ്ങളുടെ യാത്ര വിമോചനത്തിൻ്റെ യാത്രയായിരിക്കും. അങ്ങനെ ഈ മോശയുടെ നിയമം അനുസരിച്ച്, മോശ പറഞ്ഞതനുസരിച്ച് 12 ഗോത്ര തലവന്മാരും അവരവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി യൂണിറ്റ്സിലേക്ക് മെസ്സേജ് അയച്ചു. അവരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഈ മെസ്സേജ് വേറെ ഗ്രൂപ്പുകളിലേക്ക്, ഈജിപ്തുകാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യരുത്. പിറ്റേന്ന് എന്നിട്ടായി കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട വീടുകളെ സംഹാരദൂതൻ വെറുതെ വിട്ടു. ബാക്കി എല്ലാ വീടുകളിലെയും ആദിജാതന്മാരെ സംഹാരദൂതൻ വധിച്ചു. ഈജിപ്തില് കൂട്ടനരവളിയായി ഫറവോ അവരെ വിടുന്നു. അങ്ങനെ അവര് ആ രാത്രി യാത്ര പുറപ്പെടുന്നു. ഇതായിരുന്നു പെസഹ, പാസ് ഓവർ, ഫസ്റ്റ് പാസ് ഓവർ. 1500 വർഷത്തോളം ഈ പാസ് ഓവർ ഡേയെ അവർ സെലിബ്രേറ്റ് ചെയ്തു. ആ ഡേ നീസാൻ മാസം, ദ മന്ത് ഓഫ് നീസാൻ 14, നീസാൻ മാസം 14-ാം തീയതിയായിരുന്നു വിമോചനത്തിന്റെ രാത്രി. അത് അവർ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്തു. അവർ സെലിബ്രേറ്റ് ചെയ്ത് 1500 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു യഹൂദ കുടുംബത്തിൽ അവര് ഈ പാസ് ഓവർ സെലിബ്രേഷൻ, എല്ലാ വീട്ടിലും ഈ സെലിബ്രേഷൻ നടക്കും. അതിന്റെ ഒരു ക്രമം, ഒരു രീതി നിലവിൽ വന്നു. ആ രീതി എങ്ങനെയാണ്? ഒരു യഹൂദന്റെ വീട്ടില് എങ്ങനെയാണ് ഒരു പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഞാൻ 3 മാസം ജെറുസലേമിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ 1 മാസം താമസിച്ചത് ഒരു റബ്ബിയുടെ വീട്ടിലാണ്. യാക്കോബ് ബോംബാർഡ് എന്ന് പറയുന്ന ഒരു റബ്ബായുടെ വീട്ടിൽ താമസിക്കാനുള്ളൊരു സാഹചര്യം കിട്ടി. അപ്പോഴാണ് ഈ യഹൂദർ എങ്ങനെയാണ് ഈ പാസ് ഓവർ സെലിബ്രേഷൻ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ട് അറിഞ്ഞത് ഞാൻ ആ സമയത്താണ്. പിന്നീട് പുസ്തകങ്ങളൊക്കെ വായിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. പാസ് ഓവർ സെലിബ്രേഷന് അവർ നടത്തുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുങ്ങുന്ന പോലെ നമ്മൾ പള്ളി, നമ്മുടെ വീട്, പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടും. അതുപോലെ അവർ പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഹോള് മനോഹരമായിട്ട് അലങ്കരിക്കും. അത് വീട്ടിലെ അടുക്കളയിൽ വെച്ചായിരിക്കില്ല, ഏറ്റവും വലിയ മുറിയിൽ, ഏറ്റവും വിശാലമായ മുറിയിലായിരിക്കും അവർ പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ദേ വിൽ പ്രിപ്പയർ ആൻഡ് ദേ വിൽ ഡെക്കറേറ്റ് ദ റൂം ഫോർ ദ പാസ് ഓവർ സെലിബ്രേഷൻ. ഓക്കെ, അതാണ് അകന്നൊരുക്കം. രണ്ടാമത്തത്, അവർ പാസ് ഓവറിന് കൊല്ലാനുള്ള കുഞ്ഞാടിന് 3 ദിവസം മുമ്പ് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് ഫോളിംഗ് ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് പാസ് ഓവർ സെലിബ്രേഷൻ എങ്കിൽ അവർ ഞായറാഴ്ച ആകുമ്പോഴേക്കും കുഞ്ഞാടിനെ കൊണ്ടുവരും, കൊല്ലാനുള്ള കുഞ്ഞാടിനെ കൊണ്ടുവരും. മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ 3 ദിവസം ഒബ്സർവേഷൻ ഡേയ്സ് ആണ്. അതായത് പുരോഹിതന്മാര് സർട്ടിഫൈ ചെയ്യണം, അതായത് ഈ കുഞ്ഞാട് ഊനമറ്റ കുഞ്ഞാടാണ്, എല്ലാം വിതൗട്ട് ബ്ലെമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടോ ചടവോ പനിയോ ചുമയോ ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞാടാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി 3 ദിവസം ഒബ്സർവേഷൻ. അങ്ങനെ 3-ാമത്തെ ദിവസം പുരോഹിതന്മാര് സർട്ടിഫൈ ചെയ്യുന്ന കുഞ്ഞാടിനെയാണ് അവർ പാസ് ഓവർ സെലിബ്രേഷനിൽ കൊണ്ടുള്ളൂ. അതുകൊണ്ടാണ് ജെറുസലേമിനടുത്ത് പുരോഹിതന്മാര് താമസിച്ചതും അവരിങ്ങനെ കുഞ്ഞാടിനൊക്കെ നോക്കിയിട്ടൊക്കെ ദിസ് ലാം ഈസ് ഫിറ്റ് എന്ന് അവർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു. 3 ദിവസത്തെ പ്രിപ്പറേഷന് ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയം, ബിറ്റ്വീൻ 3 to 5, ദേ പ്രിപ്പയർ ദ ലാം. അവര് ഈ കുഞ്ഞാടിനെ ഒരുക്കി കൊല്ലും. മക്കളെ, കുഞ്ഞാടിനെ കൊല്ലും. എല്ലാണ്ട് വിളിച്ച് തന്നെ ഞാൻ ഈ 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്ത് അവര് കുഞ്ഞാടിനെ പ്രിപ്പയർ ചെയ്യും. അവര് കുഞ്ഞാടിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഓർക്കുക, അവരന്ന് സ്റ്റ്യൂ ചെയ്യില്ല, ബോയിൽ ചെയ്യില്ല. അന്ന് അവര് തീയിൽ ചുട്ടെടുക്കുള്ളൂ. തീയിൽ ചുട്ടെടുക്കും. റോസ്റ്റഡ് ലാം തീയിൽ ചുട്ടെടുക്കും. പൊരിച്ച കുഞ്ഞാട്, അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയാൻ വേണ്ടി നമുക്ക് പറയാം മട്ടൺ റോസ്റ്റ്. എന്താണ് മട്ടൺ റോസ്റ്റ്? എളുപ്പത്തിനാണല്ലോ, അങ്ങനെ നിങ്ങൾ കാണുന്ന ലാം റോസ്റ്റഡ് ലാം. ഓക്കെ,
അങ്ങനെ കുഞ്ഞാടിനെ പ്രിപ്പയർ ചെയ്യും. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞാടിനെ പ്രിപ്പയർ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനോട് ശേഷം അടുപ്പിക്കും. എന്തൊക്കെയാണ് ബാക്കി അവർ പാസ് ഓവർ സെലിബ്രേഷൻ വേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം പുളിപ്പില്ലാത്ത അപ്പം, അൺലിവൻ ബ്രെഡ്. 2 ബിറ്റർ ഹെർബ്സ്, കൈപ്പല അല്ലെങ്കിൽ കയ്പ് നീര്. ഹെബ്രായ ഭാഷയിൽ അതിനെ ഹർവസെറ്റ് എന്നതിനെ വിളിക്കും, കൈപ്പല. 4 കപ്പ് വീഞ്ഞ്, 4 cups of wine. 1 കപ്പല്ല, 4 കോപ്പയിൽ വീഞ്ഞ്. ഓരോ കോപ്പയ്ക്കും ഓരോ കപ്പിനും ഓരോ പേരുണ്ട്, പേര് നമുക്ക് പഠിക്കാം. 4 കപ്പ് വീഞ്ഞ്. പിന്നെ കൈ കഴുകാനുള്ള വെള്ളം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്? 1 മെയിൻ കോഴ്സ് എന്താണ്? പൊരിച്ച കുഞ്ഞാട്. 2 പുളിപ്പില്ലാത്ത അപ്പം. 3 കൈപ്പല. 4 കപ്പ് വീഞ്ഞ്, വെറുതെ വീഞ്ഞല്ല, 4 കപ്പ് വീഞ്ഞ്. 5 ഈ മുമ്പിലിരിക്കുന്ന കുട്ടികൾ മാത്രം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ്? 4-5 കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇവര് രാമായണം കൂടെ കേട്ട് രാവണൻ ബ്രൂസ്ലിയുടെ ആരാധന വെച്ചുകൊണ്ടിരിക്കുക. 1 റോസ്റ്റഡ് ലാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ പറയാം. അൺലെവൻ ബ്രെഡ്, bitter herbs, 4 cups of wine and water. Okay, you got it. Okay, 5 കാര്യങ്ങൾ. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യും. വൈകിട്ട് 6 മണിക്കാണ് പാസ് ഓവർ സെലിബ്രേഷൻ ആരംഭിക്കുന്നത്. 6 o'clock they will start the Passover celebration. പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിന്റെ മുമ്പിൽ എല്ലാവരും വരും. എല്ലാവരും വന്നു കഴിഞ്ഞാൽ കൃത്യം 6 മണിക്ക് അവര് പാസ് ഓവർ സെലിബ്രേഷന് വേണ്ടി അകത്തേക്ക് കയറും. അതിന് തൊട്ട് മുമ്പ് പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവരുടെയും കാലുകൾ ആ വീട്ടിലെ ഉള്ള ലീസ്റ്റ് ഗ്രേഡ് സെർവന്റ് അവരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കും. They will wash their feet and hands and they will enter. അതായത് കൈകളും കാലുകളും കഴുകി തുടച്ചിട്ടാണ് അവർ അകത്തേക്ക് പ്രവേശിക്കുക. അത് ചെയ്യുന്നത് സെർവന്റാണ്, വേലക്കാരനാണ് ചെയ്യുക. എന്നിട്ട് അവസാനം വേലക്കാരൻ്റെ അടക്കം അകത്തേക്ക് പ്രവേശിക്കും. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഹോളിന്റെ വാതിലുകൾ അടയും. 6 മണിക്ക് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇളയ കൊച്ചു വരുന്നതെങ്കിൽ ആ കൊച്ചിന് പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്ന അകത്തേക്ക് പ്രവേശനം ഇല്ല. ഹി ഹാസ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് 24 hours. 24 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹസങ്ങൾക്ക് അവർ മുതിരാറില്ല. അവർ നേരത്തെ തന്നെ വരും. ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി, ഡിഫൈൽമെന്റ് അവർക്കുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അശുദ്ധിയൊക്കെ അവർക്ക് വലിയൊരു കാര്യമായിരുന്നു, കൺസേൺ ആയിരുന്നു. അതുകൊണ്ട് 30 ദിവസത്തെ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷമാണ് അവരതിലേക്കൊക്കെ പ്രവേശിക്കുക. ഒരു മരിച്ച വീട്ടിൽ പോയി അല്ലെങ്കിൽ മരിച്ച ഒരാളെ തൊട്ടാലും 30 ദിവസത്തെ ശുദ്ധീകരണം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾ, പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ വിജാതിയരുടെ ഭവനത്തിൽ പോകാനോ മരിച്ചവരുടെ ദേഹത്ത് തൊടാനോ അവര് മുതിരാത്തത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. കാരണം പീലാത്തോസ് വിജാതിയനാണ്. വിജാതിയന്റെ ഭവനത്തിൽ പ്രവേശിച്ചാൽ അവർ അശുദ്ധരാകും. അശുദ്ധരായ 30 ദിവസം വെയിറ്റ് ചെയ്യണം, ഈ ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യണം. അതുകൊണ്ട് അവരത് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് എവരി ബേർഡി വിൽ ബി there at 6 o'clock in the evening. 6 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരും. പാസ് ഓവർ ആഘോഷിക്കാനുള്ള ഹോളുകൾ അടയും. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോലെയല്ല ഇവിടെ ഇരിക്കുക. ഏതാണ്ട് ഹാഫ് സർക്കിൾ ഓവൽ ഷേപ്പില് ഇങ്ങനെ ഇരിക്കും. അതായത് ഇരുവശത്തിരിക്കുന്നവർക്ക് പരസ്പരം കാണാൻ പറ്റും. നടുവിലിരിക്കുന്നത് കുടുംബനാഥൻ, ഇത് ഹോസ്റ്റ് ചെയ്യുന്ന കുടുംബനാഥൻ നടുവിലിരിക്കും. നടുവിലിരിക്കുന്ന ആൾക്ക് ഇരുവശത്തുള്ളവരെ കാണാൻ പറ്റും. നമ്മുടെ അന്ത്യത്താഴത്തിന്റെ ലയനാർഡോ ഡാവിഞ്ചിയുടെ പിക്ചറിൽ കാണുന്നത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ മേശയാണ് അല്ലേ? പക്ഷെ ഇവരുടെ വീടുകളിൽ അവരിയ്ക്കുന്നത് ഏതാണ്ട് ഹാഫ് സർക്കിളായിട്ട്. കാരണം എന്താണ്? പരസ്പരം മുഖാഭിമുഖം കണ്ടാണ് അവർ ഈ പാസ് ഓവർ സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ നടുവിലത്തെ കസേര ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അവർ പാസ് ഓവർ സെലിബ്രേഷൻ ചെയ്യുന്ന ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് 10 പേരുള്ള വീടാണെന്ന് വിചാരിക്കും. അവർ 11 കസേരയിടും, എക്സ്ട്രാ ചെയർ. അത് എന്തിനാണെന്നറിയോ? അവരുടെ ഒരു വിശ്വാസമായിരുന്നു, അവരുടെ ഒരു ചിന്തയായിരുന്നു. വാഗ്ദാന നാട്ടിലേക്ക്
ജോഷുവയുടെ നേതൃത്വത്തിൽ പ്രവേശിച്ച അന്ന് മരുഭൂമിയിൽ വെച്ച് എല്ലാ ദിവസവും വർഷിക്കപ്പെട്ടിരുന്ന മന്ന വർഷിക്കപ്പെടുന്നത് നിന്നു. വാഗ്ദാന നാട്ടിൽ പ്രവേശിച്ച അന്ന് തുടങ്ങി പിന്നെ മന്ന വർഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അന്ന് തുടങ്ങിയുള്ളവരുടെ ചിന്തയായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി മന്ന വർഷിക്കപ്പെടും, അത് മിശിഹ വരുന്ന ദിവസമായിരിക്കും. മിശിഹ വരുന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ അത് പാസ് ഓവറിൽ വരുമെന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. മിശിഹ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ മിശിഹായ്ക്ക് ഇരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ചെയർ അവരിടും. ആ ഇടുന്ന ചെയർ കുടുംബനാഥൻ ഇരിക്കുന്നതിന്റെ വലതുവശത്തെ കസേരയാണ് അവരതിനു വേണ്ടി ഇടുക. ഇടതുവശത്തെ കസേരയിൽ കുടുംബനാഥൻ അന്നേ ദിവസം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ ഇരുത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാര്യനെ ഇരുത്താം, ഏറ്റവും ഇളയ കുഞ്ഞിനും ഇരുത്താം, അല്ലെങ്കിൽ അപ്പനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള രണ്ട് വീട്ടുകാർ ഒരുമിച്ചാണ് പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ ഇരുത്താം. അത് കുടുംബനാഥന്റെ നിശ്ചയമാണ് ആരെ ഇരുത്തണം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളെ ഇരുത്താൻ വേണ്ടി ഇടതുവശത്തെ കസേര. ഓക്കെ, പാസ് ഓവർ സെലിബ്രേഷന് വേണ്ടി അവർ വന്ന് ഇരിക്കുന്നു. അതിനുശേഷം അതിന്റെ ക്രമം, പാസ് ഓവർ സെലിബ്രേഷനിലാണ് അവരുടെ കയ്യിലെപ്പോഴും ഒരു പുസ്തകം ഉണ്ടായിരിക്കും, ഒരു കുഞ്ഞു പുസ്തകം. നമ്മുടെ പോക്കറ്റില്, നമ്മുടെ ഹാൻഡിൽ, നമ്മുടെ മൊബൈലിൽ ഉള്ളതുപോലെ അവരെപ്പോഴും കൊണ്ട് നടക്കുന്നതായിരുന്നു അവരുടെ സങ്കീർത്തന പുസ്തകം, അവരുടെ പ്രാർത്ഥനാ പുസ്തകം. ആ കാലഘട്ടത്തിൽ അവരിങ്ങനെ പോക്കറ്റിൽ കൊണ്ടു നടന്നത് ഈ സെഫർ തെഹെല്ലിം എന്നറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകമായിരുന്നു. ഈ പുസ്തകം അവര് എടുക്കാൻ തുടങ്ങും. എന്നിട്ട് സങ്കീർത്തന പുസ്തകത്തിലെ 6 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് അടങ്ങുന്ന ഭാഗമുണ്ട്. സങ്കീർത്തനം 113, 114, 115, 116, 117, 118. അപ്പൊ 113 തുടങ്ങി 118 വരെയുള്ള സങ്കീർത്തനങ്ങളെ അവർ ഒരുമിച്ച് ഈ സെലിബ്രേഷന്റെ ഇടയിൽ പല സമയത്തായിട്ട് അവർ ചൊല്ലി തീർക്കും. ഈ സങ്കീർത്തനങ്ങളെ ഒരു സെറ്റായിട്ടാണ് അവർ വിളിച്ചത്. ആ സങ്കീർത്തനങ്ങളെ അവർ ഒരുമിച്ച് വിളിച്ച പേരാണ് ഹല്ലേൽ സാംസ്. എന്താണ് പേര്? ഹല്ലേലൂയ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ആവർത്തിക്കാറുണ്ട്, എല്ലാ ദിവസവും ആവർത്തിക്കുന്നുണ്ട്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ തന്നെ പാടി തീർന്നല്ലോ. ഹല്ലേലൂയ പാടി ദൈവത്തിന് സ്തുതി. ഹല്ലേ എന്ന വാക്കിന് സ്തുതി എന്നാണ് എബ്രായ ഭാഷയിൽ അർത്ഥം. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ യഹോവയുടെ പേര് മുഴുവനായിട്ട് ഉച്ചരിക്കാൻ അവർ ശ്രമിക്കില്ല. അതുകൊണ്ട് യാ വെച്ചിട്ട് കട്ട് ചെയ്യും. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയ്ക്ക് സ്തുതി, പ്രൈസ് ദ ലോർഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ സങ്കീർത്തനമാലയെ അല്ലെങ്കിൽ ഈ സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് നമ്മുടെ POC ബൈബിളില്, ഈ ബൈബിളില് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനമാല എന്നല്ല, അല്ലെങ്കിൽ ഈ ഹല്ലേൽ സാംസ് എന്നല്ല, മറിച്ച് അതിലെഴുതിയിരിക്കുന്നത് സ്തോത്രഗീതം എന്നാണ്. സ്തോത്രഗീതം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വായിച്ച വചനഭാഗം നമ്മൾ ഇങ്ങനെ കേട്ടത്. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി എന്ന് വായിക്കുന്നത് ഈ സങ്കീർത്തനമാലയാണ്. ഓക്കെ, അതിലെ അവര് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ സങ്കീർത്തന പുസ്തകം എടുത്തിട്ട് അതിലെ 113ാമത്തെ സങ്കീർത്തനം കുടുംബനാഥൻ ചൊല്ലും. അപ്പൊ ബാക്കിയുള്ളവര് അത് ഏറ്റു ചൊല്ലും. 113ാമത്തെ സങ്കീർത്തനം. മേശപ്പുറത്ത് പുളിപ്പില്ലാത്ത അപ്പം, റോസ്റ്റഡ് ലാമ്പ്, 4 cups of wine, പിന്നെ കൈ കഴുകാനുള്ള വെള്ളം, പിന്നെ കഴിക്കാനുള്ള ബിറ്റർ ഹെർബ്സ്, കൈപ്പല, അതൊക്കെ വെച്ചിട്ടുണ്ടാവും. ആദ്യത്തെ സങ്കീർത്തനം ചൊല്ലിയതിനു ശേഷം കുടുംബനാഥൻ മേശപ്പുറത്തിരിക്കുന്ന 4 കപ്പ് വീഞ്ഞിലെ 1ാമത്തെ കപ്പ് എടുക്കും. ഓക്കെ, 1ാമത്തെ കപ്പ്. 1ാമത്തെ കപ്പിന് ഒരു പേരുണ്ട്. ആ കപ്പിന്റെ പേര് ഇതാണ്, കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്, അനുഗ്രഹത്തിന്റെ പാനപാത്രം. ഇംഗ്ലീഷിൽ പറയാമോ? കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്, അനുഗ്രഹത്തിന്റെ പാനപാത്രം. കർത്താവ് ഇസ്രായേലിന്റെ ജീവിതത്തിൽ ചൊല്ലിയ സകല അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവർ 1ാമത്തെ കപ്പെടുക്കും. കുടുംബനാഥൻ അത് വാഴ്ത്തും. വാഴ്ത്തതിന് ശേഷം ആദ്യം ഇടതുവശത്തേക്ക് കൊടുക്കും. ഏത് ഭാഗത്തേക്ക്? ഇടതുവശത്തേക്ക്. അതിന് കൊടുക്കും, തിരിച്ചു വരും. ഇങ്ങനെ അവർ ആ കപ്പിൽ നിന്ന് പാനം ചെയ്യും. അതിനുശേഷം അവര് മേശപ്പുറത്തിരിക്കുന്ന ബിറ്റർ ഹെർബ്സ്, കൈപ്പല, കയ്പ് നീര്, ഹറോസത്ത് എടുക്കും. ഇതെടുത്തിട്ട് ഇസ്രായേൽ എങ്ങനെയാണോ ഈജിപ്തിൽ വെച്ച് കഠിനമായ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയത്, തങ്ങളുടെ പൂർവികർ അനുഭവിച്ച കഠിനമായ വേദനകളോട് തങ്ങളും താതാത്മ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കൈപ്പല എടുത്തിട്ട്, അല്ലെങ്കിൽ കയ്പ് നീരെടുത്തിട്ട് കഴിക്കും, കുടിക്കും. ഇതിനുശേഷം അവര് അടുത്ത സങ്കീർത്തനം 114ാമത്തെ സങ്കീർത്തനം, സാം 114 അവരെടുത്ത് ചൊല്ലും. 114ാമത്തെ സങ്കീർത്തനം ചൊല്ലും.
സങ്കീർത്തനം ചൊല്ലിയതിനു ശേഷം അവര് മേശപ്പുറത്തുനിന്ന് എഴുന്നേൽക്കും. ആദ്യത്തെ സങ്കീർത്തനം കഴിഞ്ഞ് ഈ രണ്ടാമത്തെ സങ്കീർത്തനം കഴിഞ്ഞ് മേശപ്പുറത്ത് എഴുന്നേൽക്കും. പിന്നെ റെക്കൺസിലിയേഷൻ സെറമണിയാണ്. കഴിഞ്ഞ പാസ് ഓവറിന് ശേഷം, പെസഹായ്ക്ക് ശേഷം ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സ്പർദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്വരച്ചേർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞു തീർക്കും. അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കും. പരസ്പരം ഇങ്ങനെ സദ്യയും ഇങ്ങനെ കെട്ടിപ്പൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മാപ്പൊക്കെ ചോദിച്ച് അവർ തിരിച്ച് അതാത് സ്ഥലങ്ങളിൽ വന്നിരിക്കും. ഓക്കെ, ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർ രണ്ടാമത്തെ കപ്പ് എടുക്കും. സെക്കൻഡ് കപ്പ് ഓഫ് വൈൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കപ്പ് ഓഫ് ഫോർഗീവ്നെസ് എന്ന് പറയാമോ? കപ്പ് ഓഫ് ഫോർഗീവ്നെസ്. ഒന്നാമത്തെ കപ്പിന്റെ പേരെന്താണ്? കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്, അനുഗ്രഹത്തിന്റെ പാനപാത്രം. രണ്ടാമത്തത് അനുരഞ്ജനത്തിന്റെ പാനപാത്രം. അങ്ങനെ അനുരഞ്ജനം നടത്തിയതിനു ശേഷം ഈ പാനപാത്രം കുടിക്കും. അതിനുശേഷം മെയിൻ കോഴ്സാണ്. മെയിൻ കോഴ്സ് എന്തൊക്കെയാണ്? അപ്പം, റോസ്റ്റഡ് ലാമ്പ് അല്ലെ, മട്ടൺ റോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പുളിപ്പില്ലാത്ത അപ്പം കൊടുക്കും. ആദ്യം ഇടതുഭാഗത്തേക്ക് ആശീർവദിച്ച് കൊടുക്കും. അതിൻ്റെ ഒപ്പം ഈ പൊരിച്ച കുഞ്ഞാടിനെ കൊണ്ടുവരും. വലിയൊരു പാത്രത്തിൽ ഈ ചട്ടകം പോലെയുള്ള ഇതിൽ കൊണ്ടുവരും. വലിയ പാത്രത്തിൽ നമ്മൾ ഈ തന്തൂരി ചിക്കനൊക്കെ പ്ലേറ്റിൽ അങ്ങനെ തന്നെ കൊണ്ടുവരില്ലേ, അതേപോലെ കൊണ്ടുവരും. അതിൻ്റെ ഈ അസ്ഥികൾ ഒടിയപ്പെടരുത് എന്നുണ്ട് അല്ലെ, നോ ബോൺസ് ടു ബി ബ്രോക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അസ്ഥി ഒടിക്കാതെ തന്നെ അവർ ഇതിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. തീയിൽ ചുട്ടെടുത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് മാംസം ചെത്തിയെടുക്കാൻ വേണ്ടി ഒരു കത്തി സൈഡിൽ വെച്ചിട്ടാവും മാംസം ഇങ്ങനെ ചെത്തിയെടുക്കും. ആവശ്യമുള്ളവർ മാംസം ബാക്കി വരില്ല. ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിൽ തള്ളിക്കയറ്റും. ഇല്ല, അവർക്കൊന്നും ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, വചനത്തിൽ വായിക്കുന്നുണ്ട്. ബാക്കി വന്നാൽ എന്ത് ചെയ്യും? അവരെ ദഹിപ്പിച്ച് കളയും. അങ്ങനെയാണ് പതിവ്. പക്ഷെ അവര് അതിനനുസരിച്ചുള്ള കുഞ്ഞാടിനെയാണ് കൊണ്ടുള്ളൂ. സാധാരണ ഒരു കുടുംബത്തിന് വേണ്ട ഒരു കുഞ്ഞാടിനെ മാത്രമാണ് അവർ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ മാംസം അപ്പം ഒരുമിച്ച് കഴിക്കും. Then they will take the third cup of wine. It is called a cup of thanksgiving. എന്താണ്? ഒന്നാമത്തെ കപ്പ്, രണ്ട്, മൂന്ന്, കുട്ടികൾ ഇതിന്റെ സ്പെഷ്യലിക്ക് ചുണ്ട് മാത്രമായിരുന്നു, അത് കറക്റ്റ് പറയും. മൂന്നാമത്തത് കപ്പ് ഓഫ് താങ്ക്സ്ഗിവിംഗ്, കൃതജ്ഞതയുടെ പാനപാത്രം. അനുഗ്രഹത്തിന്റെ, അനുരഞ്ജനത്തിന്റെ, കൃതജ്ഞതയുടെ പാനപാത്രം. മൂന്നാമത്തെ കപ്പ് അവർ കുടിക്കും. അത് അപ്പോൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ചൊല്ലിന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞവർ കൃതജ്ഞതയുടെ പാനപാത്രം കുടിച്ചതിന് ശേഷം പിന്നെ സങ്കീർത്തന പുസ്തകം വീണ്ടെടുക്കും. 113, 114 ചൊല്ലി ഇനിയുള്ളത് 115, 116, 117, 118. ഈ സങ്കീർത്തനങ്ങൾ അവർ ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങും. 4 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യാം? ഇനി എന്താണ് ബാക്കിയുള്ളത്? വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഇനി എന്താണ്? അപ്പം കഴിഞ്ഞു, റോസ്റ്റഡ് ലാമ്പ് കഴിഞ്ഞു, 3 കപ്പ് വീഞ്ഞ് കഴിഞ്ഞു, കൈപ്പല കഴിഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? ഒരു കപ്പ് കൂടിയുണ്ട്, 4ാമത്തെ കപ്പ്. 4ാമത്തെ കപ്പിന് അവരുടെ പേരാണ് കപ്പ് ഓഫ് സഫറിംഗ് ഓർ കപ്പ് ഓഫ് സാൽവേഷൻ. 2 പേരും അത് അറിയപ്പെട്ടു, കപ്പ് ഓഫ് സഫറിംഗ് ഓർ കപ്പ് ഓഫ് സാൽവേഷൻ. അതായത് സഹനത്തിലൂടെയാണ് രക്ഷ എന്നുള്ളത് അറിയാവുന്ന ഇസ്രായേൽ ജനം ആ പേര് അന്ന് ഇട്ടിരുന്നു. ഇത് സഹനത്തിന്റെ കപ്പാണ്, ഈ സഹനത്തിലൂടെയാണ് ഇസ്രായേലിന് രക്ഷ കിട്ടുന്നത് എന്നൊരു തിരിച്ചറിവിൽ അവർ ഈ 4ാമത്തെ കപ്പ് കുടിക്കും. ഈ 4ാമത്തെ കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബനാഥൻ ഒരു സങ്കീർത്തനം കൂടി എടുക്കും, 136ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പാടുന്ന എല്ലാ പാട്ടും കുർബാനയ്ക്കും എല്ലാ സെലിബ്രേഷനും അവർ പാടുന്ന പാട്ടാണ് ഈ 136ാമത്തെ സങ്കീർത്തനം. അതുകൊണ്ട് ഈ 136ാമത്തെ സങ്കീർത്തനം അവർക്ക് കാണപ്പാടായിരുന്നു. ഉദാഹരണത്തിന് 91ാമത്തെ സങ്കീർത്തനം നമുക്ക് മിക്കവാറും പേർക്ക് കാണാതെ അറിയാം, ഇല്ലേ? അറിയില്ല, ഇല്ലേ? അത്യുന്നതന്റെ സംരക്ഷണമുള്ളവൻ നമുക്കറിയാം. അതുപോലെ ഇവർക്ക് കാണപ്പാടമായിരുന്നു ഈ പാട്ട്. അപ്പൊ ഈ കുടുംബനാഥൻ ആദ്യ ഭാഗം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. കർത്താവിന് നന്ദി പറയും. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇതാണ് ആ വാക്കുകൾ. ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കും.
കുടുംബത്തിലെ അംഗങ്ങൾ ഇത് ഏറ്റുചൊല്ലും. ബാക്കി ഇങ്ങനെ കുടുംബനാഥൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇത് പാടിക്കഴിയുമ്പോൾ കുടുംബനാഥൻ എഴുന്നേറ്റ് നിന്ന് എബ്രായ ഭാഷയിൽ ഇങ്ങനെ പറയും, തംബേനിഷ്ലാം. അത് ഗ്രീക്ക് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഒറ്റ വാക്കായിട്ടാണ്. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തെത്തലെസ്തായി. ഒന്നുകൂടി പറയാം, വാക്കിതാണ് തെത്തലെസ്തായി. ഒന്ന് പറയാമോ? TELESTAI അങ്ങനെ ഉച്ചരിക്കാം നമുക്ക്. അപ്പോൾ തെത്തലെസ്തായി ഒന്നുകൂടി ഓർത്ത് പറയാമോ? തെത്തലെസ്തായി എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അതായത് പാസ് ഓവർ ഈസ് കംപ്ലീറ്റഡ്. പാസ് ഓവർ പെസഹ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അത് പ്രഖ്യാപിക്കും. ഇനി അടുത്ത പാസ് ഓവർ കാണാമെന്ന് പറഞ്ഞവര് പിരിയും. ഇങ്ങനെയാണ് ഒരു യഹൂദന്റെ വീട്ടിൽ പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി യഹൂദന്റെ വീട്ടിൽ നിന്ന് 2000 വർഷങ്ങളോളം ഇങ്ങനെ ആഘോഷിച്ച രീതികളിൽ നിന്ന് മാറി ഈശോയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴും ഏതാണ്ട് ഇതേ രീതിയായിരുന്നു. പക്ഷെ അന്ന് പെസഹ രാത്രിയിൽ ഈശോ ഈ പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അതിൽ 3-4 ചേഞ്ചസ് വരുത്തി. 3-4 ചേഞ്ചസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലാണ് വിശുദ്ധ കുർബാന എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ ചേഞ്ച്, the first change Jesus made during the Passover celebration. What was that? അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ദാസന്മാരിൽ ഒരാൾ ചെയ്യേണ്ട പണിയായിരുന്നത് കാല് കഴുകേണ്ടത്. പക്ഷെ ശിഷ്യന്മാരത് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഇടയിൽ തർക്കമായിരുന്നു. എന്തായിരുന്നു തർക്കം? ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് തർക്കം. ആരും ചെറിയവനാകാൻ ഇഷ്ടപ്പെട്ടില്ല, ആരും താന്നു കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവര് എത്ര പേരാണുള്ളത്? 12 പേരുണ്ട്. ഈശോടക്കം 13 പേരുണ്ട്. പക്ഷെ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഈശോയുടെ ചങ്കാണ്, എന്നെ അതിന് കിട്ടില്ല. തോമസ് പറഞ്ഞു, ചന്തയിൽ പോകാനാണെങ്കിൽ പോയി വരാം, പക്ഷെ ഈ വക പരിപാടിക്ക് എന്നെ കിട്ടില്ല. അങ്ങനെ ഓരോരുത്തരെ ഓരോ കാര്യം പറഞ്ഞ് അവരിങ്ങനെ ഒഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരാരും വിചാരിച്ചു, പണ്ടും ഈശോ കൈയെഴുകാണ്ടത്തെ ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് ആരും കൈയെഴുകാനൊന്നും മെനക്കെട്ടില്ല, കാലെടുക്കാൻ മെനക്കെട്ടില്ല. അവരെല്ലാവരും കയറി ഇരുന്നു. അപ്പൊ ഈശോ എന്താ ചെയ്തേ? എല്ലാവരും ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഈശോ എഴുന്നേറ്റു. എന്നിട്ട് മേലേക്ക് മാറ്റി അരക്കച്ച ചുറ്റി, എന്നിട്ട് ഈശോ കാല് കഴുകാൻ തുടങ്ങി. ഈശോ പഠിപ്പിച്ച ആദ്യത്തെ പാഠം ഇതാണ്. കുർബാന മേശയില് വലുപ്പ ചെറുപ്പങ്ങളില്ല. നമ്മൾ വലുതാണെന്ന് ചെറുതാണെന്ന് അങ്ങനെ ഇല്ല. പണക്കാരനാണ് പാവപ്പെട്ടവനാണ് ഇല്ല. ഇവിടെ കുർബാനയ്ക്ക് വരുമ്പോ പെസഹ നാളില് പാസ് ഓവർ സെലിബ്രേഷൻ വരുന്ന എല്ലാവരും ഒരേപോലെയാണ്. എവരിബഡി ഈസ് ഈക്വൽ. തിരുവല്ലയ്ക്കടുത്ത് ചാത്തങ്കേരി എന്ന് പറയുന്നൊരു ഓർത്തഡോക്സ് ഒരു മർത്തോമ പള്ളിയുണ്ട്, സെയിന്റ് പോൾസ് ചർച്ച് ചാത്തങ്കേരി. ആ പള്ളിയിലെ കപ്പിയാര് പ്രകാശൻ എന്നാണ് പേര്. ആളുടെ സ്വദേശം ജാർഖണ്ഡാണ്. ഒരു 6-7 വർഷമായിട്ട് ഇപ്പൊ അദ്ദേഹം അവിടുത്തെ കപ്പിയാരാണ്. പക്ഷെ കുറച്ച് നാളെ മുമ്പ് വാട്സപ്പിൽ വൈറലായിട്ടൊരു വീഡിയോ, കേരളത്തിൽ ബംഗാളി കപ്പിയാണ്. എന്ത് കിട്ടിയാലും ട്രോൾ ചെയ്യുന്ന മലയാളി അതിനെ പിടിച്ച് ട്രോൾ ചെയ്തു. ഏഷ്യാനെറ്റിന്റെ ന്യൂസ് റിപ്പോർട്ടർ എങ്ങനെയോ ഈ കാര്യം പറഞ്ഞ് ഇയാളെ തിരിച്ചിട്ടാണ്. ഇയാളുമായിട്ടൊരു ഇന്റർവ്യൂ നടത്താം. ഇന്റർവ്യൂവിൽ മനസ്സിലായി അദ്ദേഹം വർഷങ്ങളായി കാത്തലിക്കാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മകനെ ഒരാളെ സെമിനാരിൽ പറഞ്ഞു വിടണം, അച്ഛനായി കാണാൻ. അത്രമാത്രം ഇങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിന്റെ അവസാനം ഈ ന്യൂസ് റിപ്പോർട്ടർ ഇങ്ങനെ പറഞ്ഞാണ് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്: ദൈവത്തിന്റെ രാജ്യത്ത് അന്യ സംസ്ഥാനക്കാരില്ല, ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ. ദൈവത്തിന്റെ വിരുന്ന മേശയിലും വ്യത്യസ്തരില്ല. എവരിബഡി ഈസ് ഈക്വൽ. അതാണ് കുർബാന മേശ നൽകുന്ന ആദ്യത്തെ പാഠം. രണ്ടാമത്തെ, നമുക്കറിയാം 13 പേരാണ് അവനുള്ളത്. നേരത്തെ പറഞ്ഞതനുസരിച്ച് എത്ര കസേര അവരിടണം? 14 എണ്ണം ഇടണം. പക്ഷെ അവര് 14ാമത്തെ എക്സ്ട്രാ ചെയർ ഇട്ടില്ല. വൈ? Because they already knew that Jesus himself is the Messiah. ഈശോ തന്നെയാണ് മിശിഹ എന്ന് അവർ അറിഞ്ഞിരുന്നു. കേസറിയ ഫിലിപ്പി ദേശത്ത് വെച്ചത് പത്രോസ് പരസ്യമായിട്ട് പറഞ്ഞതാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ
ക്രിസ്തുവാണ്, അതുകൊണ്ട് ഇനി വേറൊരു ക്രിസ്തു വരാനില്ല എന്നുള്ളത് കൊണ്ട് അവർ എക്സ്ട്രാ ചെയ്തിട്ടില്ല. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. മിശിഹായുടെ വലതുവശത്ത് ആരാണ് ഇരുന്നിട്ടുണ്ടാകുക? മിശിഹായുടെ ഇടതുവശത്ത് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എത്തുന്ന സ്ഥലമാണ്. ഈശോ ആരെ എത്തിയത്? ഇടതുവശത്ത് യോഹന്നാനെയാണ്. ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ബൈബിളുണ്ടെന്നേ, വരികൾക്കിടയിലൂടെ നിങ്ങളൊന്ന് വായിക്കണം. ഈശോ അന്നേ ദിവസം ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചത്, ആദരിച്ചത്, സ്നേഹിച്ചത് യോഹന്നാനെ അല്ല. യോഹന്നാൻ എഴുതി വെക്കുന്ന ഗോസ്പലിലാണ് യോഹന്നാൻ പറയുന്നത് ഈശോ സ്നേഹിച്ച ശിഷ്യനെന്ന്. ഈശോ അയാളോട് പറയുന്നുണ്ടോ അവൻ എന്റെ ബിലവഡ് ഡിസൈപ്പിളാണ്? അത് ശിഷ്യന്മാർക്ക് തോന്നി അവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന്. അത് അവന്റെ കുറ്റമല്ല, ഈശോയുടെ കുറ്റമല്ല. അവിടെ ഇരുത്തിയത് ആരെയാണ്? ജൂഡസിന്. ജൂഡസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട് ഒരു വചനം. അതായത് ഈ അപ്പം ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നിട്ട് അപ്പം ആർക്ക് കൊടുത്തേ? ജൂഡസിന് കൊടുത്തേ. അപ്പൊ നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജൂഡസിനെ ഹ്യൂമിലേറ്റ് ചെയ്യായിരുന്നോ ഈശോ ചെയ്തത്? അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, യഹൂദന്റെ രീതി അനുസരിച്ച് അവർ ഭക്ഷണം എടുത്താൽ ആദ്യം ഏത് വശത്തേക്ക് കൊടുക്കും? ഇടതുവശത്തേക്ക്. അപ്പൊ ഇടതുവശത്തിരിക്കുന്നവർക്ക് കൊടുക്കാന്നുള്ളത് നാച്ചുറലായിട്ട് കാഷ്വലായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് ജൂഡസ് ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാര് ചോദിക്കുന്നത്, അത് ഞാനാണോ എന്ന് പരസ്പരം അവർ ചോദിക്കാൻ തുടങ്ങിയില്ലേ? വചനത്തിൽ വായിക്കുന്നില്ലേ? ജൂഡസിന് കൊടുത്തപ്പോഴും ആർക്കറിയാം? ജൂഡസിനറിയാം, ഈശോയ്ക്ക് അറിയാം, വേറെ ആർക്കും അറിയില്ല. അപ്പൊ ഈശോ എന്താ ചെയ്തത്? കുർബാന മേശയിലെ രണ്ടാമത്തെ പാഠം അതാണ്. ഈശോ ഏറ്റവും കൂടുതൽ ആ രാത്രിയിൽ സ്നേഹിച്ചത്, കൂട്ട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചത്, തന്നെ ചതിക്കാനിരുന്ന, തന്നെ വഞ്ചിക്കാനുള്ള എല്ലാ GPS ലൊക്കേഷൻ അടക്കം അയച്ചു കൊടുത്ത ജൂഡസിനെയാണ്. ജൂഡസിനെ. അതിനർത്ഥം എന്താ? കുർബാനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടി? നമ്മെ വേദനിപ്പിച്ചവരെ, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, നമ്മളെ ചതിച്ചവരെ, നമ്മളെ തകർത്തവരെ, നമ്മുടെ ജീവിതം നശിപ്പിച്ചവരെ, അവരെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് ഇന്റൻഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആകരുത്, മറിച്ച് നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, അത് ജീവിത പങ്കാളിയാണെങ്കിൽ അയാൾ സമർപ്പിച്ചു, മക്കളാണെങ്കിൽ അവർ സമർപ്പിച്ചു, മാതാപിതാക്കളാണെങ്കിൽ അവർ സമർപ്പിച്ചു, സഹോദരങ്ങളാണെങ്കിൽ അവർ സമർപ്പിച്ചു. ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിഷമം തരുന്നത്, നിങ്ങളെ തകർത്ത് കളയുന്നത്, അവരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുർബാന മേശയിലെ രണ്ടാമത്തെ പാഠം. ഇനി മൂന്നാമത്തെ പാഠം. ഈ പെസഹായിലെ പാസ്ഓവറിലെ മെയിൻ ഐറ്റം എന്താണ്? റോസ്റ്റഡ് ലാമ്പ് അല്ലേ? പൊരിച്ച കുഞ്ഞാട്. പക്ഷെ ഈശോയും ശിഷ്യന്മാരും അന്ന് പാസ്ഓവർ സെലിബ്രേറ്റ് ചെയ്തപ്പോ അതിൽ കുഞ്ഞാടില്ല. നിങ്ങൾ നല്ല പെടുക്കന്മാരാ. ഈശോ തന്നെയാണ് കുഞ്ഞാടെന്ന് ശിഷ്യന്മാർക്കറിയാം. പണ്ട് യോഹന്നാൻ, സ്നാപയോഹന്നാൻ പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞാണ്? ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി. ഈ വെള്ളത്തിൽ നിന്ന് മാമോദീസ കഴിഞ്ഞ് കയറി വരുന്ന ഒരാളെ നോക്കിയിട്ട് സ്നാപയോഹന്നാൻ പറഞ്ഞു, ഒരു 15-20 നൂറ്റാണ്ട് മുമ്പ് ഒരു മലയുടെ മുകളിൽ വെച്ച് അബ്രഹാമിനോട് മകൻ ചോദിച്ചു, അപ്പാ ബലിമൃഗം എവിടെ? വിറക് റെഡിയാണ്, ബാക്കിയെല്ലാം റെഡിയാണ്, പക്ഷെ ബലിമൃഗം എവിടെ? അപ്പോ എന്താണ് അബ്രഹാം പറഞ്ഞത്? ദൈവം തരും. മോറിയ മലയുടെ മുകളിൽ വെച്ചാണ് അബ്രഹാമിന് പറഞ്ഞത്. മോറിയ എന്ന് പറയുന്നത് ഒരു മലയല്ല, മലനിരകളാണെന്നറിയോ? ഹിമാലയൻ മലനിരകളെ പോലെ. ഈ മലനിരകളിലെ ഏറ്റവും ഉയർന്ന മലയുടെ പേരേതാണെന്നറിയോ നിങ്ങൾക്ക്? ആ പേര് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഏതായി? ആ മലയുടെ പേരാണ് കാൽവരി. മോറിയ മലകളിലെ ഏറ്റവും ഉയർന്ന മലയായ കാൽവരി മലയുടെ മുകളിൽ വെച്ച് ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ
കുഞ്ഞാട് കാൽവരി മലയില് ആ കുഞ്ഞാടിനെ ദൈവം സമർപ്പിച്ചു. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുക, ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായി ജീസസ് ഹിംസെൽഫ് ഈസ് ദ പാസ് ഓവർ ലാംബ്. അതുകൊണ്ട് വേറൊരു കുഞ്ഞാടിനെ അവർ പ്രിപ്പയർ ചെയ്തില്ല. അതുകൊണ്ട് ഈശോ എന്താ ചെയ്യുന്നത്? ഈശോ അപ്പം എടുക്കുന്നു, എന്നിട്ട് പറയുന്നു, ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം. അപ്പൊ എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഈശോക്ക് അപ്പത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അവൻ ഈ ഷേപ്പിലുള്ള 70 കിലോ തൂക്കമുള്ള 6 അടി പൊക്കമുള്ള ഈശോക്ക് ഒരു 10 ഗ്രാം പോലും തൂക്കമില്ലാത്തൊരു ഗോതമ്പപ്പത്തിലേക്ക് ചുരുങ്ങാൻ പറ്റുമെന്ന് അവൻ ആദ്യം പഠിപ്പിച്ചു. എന്നിട്ട് അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഓരോ പ്രാവശ്യവും ഓരോ പുരോഹിതനെയും അപ്പം എടുത്ത് ആശീർവദിക്കുമ്പോ അതെന്തായിട്ട് മാറും? ഈശോയുടെ ശരീരമായിട്ട് മാറും. ബിക്കോസ് he can transform his body into a tiny piece of bread. ഒരു കുഞ്ഞപ്പത്തിലേക്ക് അവന്റെ ജീവിതത്തെ ഇങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ഈശോ അറിയാം, ശിഷ്യന്മാർക്ക് അറിയാം. അതുകൊണ്ട് ഈശോ അത് കൊടുത്തപ്പോഴും അവരത് സ്വീകരിച്ചു. അതിനുശേഷം ഈശോ എന്താ ചെയ്ത്? അപ്രകാരം തന്നെ പാനപാത്രം എടുത്തു, കൃതജ്ഞത സ്തോത്രം ചെയ്തു, അവർക്ക് കൊടുത്തു. ഈശോ എടുത്തത് എത്രാമത്തെ കപ്പം? നാലാമത്തെ കപ്പ്. താങ്ക്സ് ഗിവിംഗ് കപ്പ്. എത്രാമത്തെ കപ്പ് അത്? 3rd കപ്പ് ആണോ? 4th കപ്പാണെന്ന് പറയുന്നവരുണ്ട്, 3rd കപ്പാണെന്ന് പറയുന്നവരുണ്ട്. 3rd കപ്പാണ്. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ്. അപ്രകാരം തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, ഉത്തരത്തിൽ തന്നെയുണ്ട്. പാനപാത്രം എടുത്ത് അടുത്ത വാക്കെന്താ? കൃതജ്ഞതാ സ്തോത്രം. അതെന്താണ്? താങ്ക്സ് ഗിവിംഗ് അല്ലേ? സോ ഇറ്റ് വാസ് 3rd കപ്പ്. 3ാമത്തെ കപ്പ് എടുത്ത് അവൻ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ഈശോ പറയാണ്, ഇനി ദൈവരാജ്യത്തിൽ നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാനിനി കുടിക്കയില്ല. I won't drink anymore until I go and sit in the table in the kingdom of God. ദൈവരാജ്യത്തിൽ. അപ്പോ ഈശോ പറയാണ്, ഒരു കപ്പ് കൂടി അവിടെ ഇരിപ്പുണ്ട് അല്ലേ? 4ാമത്തെ കപ്പ് കൂടി ഇരിപ്പുള്ള സമയത്ത് ഈശോ പറയാണ്, ഞാൻ കുടി നിർത്തി. ചില ചേട്ടന്മാരുണ്ട്, എന്റെ ഇടവേളി, പഴയ ഇടവേളി ചേട്ടന്മാര് 36 തവണ കുടി നിർത്തിയിട്ടുണ്ട്. ഓരോ 2 ആഴ്ചയിലും ചേട്ടൻ കുടി നിർത്തി. 2 ആഴ്ച കൂടുമ്പോൾ ധ്യാനത്തിന് പോകും. പിന്നത്തെ 2 ആഴ്ച ഓക്കെ ആയിരിക്കും, പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വീഴും. ഇങ്ങനെ 36 തവണ 3 വർഷത്തിനുള്ളിൽ ഞാൻ എണ്ണിട്ട് പിന്നെ എത്ര തവണ വീണ്ടും അറിയില്ല. ഇങ്ങനെയല്ല, ഈശോ ഒറ്റ തവണ നിർത്തിയതാണ്. ഈശോ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, പാസ് ഓവർ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. അപ്പൊ സ്തോത്രഗീതം പാടിയോ? 114, 15, 16, 17, 18 ചെല്ലി. അത് ചൊല്ലിയിട്ട് അവരെവിടേക്ക് പോണേ? ഒലിവ് മലയിലേക്ക്. They went to the Mount of Olives. അതിനർത്ഥം പാസ് ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല, ബ്രേക്ക് ചെയ്തു. പെസഹ പൂർത്തിയാകാതെയാണ് അവരെവിടേക്ക് പോയത്? ഒലിവ് മലയിലേക്ക് പോയത്. ഒലിവ് മലയിൽ അവരെന്താ ചെയ്തേ? മക്കൾ, അവര് ക്രിക്കറ്റ് കളിക്കാൻ പോയതല്ല. അവരെന്തിനാ പോയത്? അവിടെ ആ രാത്രിയിൽ അവര് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഈശോ പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥനയുടെ സംഗ്രഹം എന്തായിരുന്നു? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. റിമൂവ് ദിസ് കപ്പ്. ഈ പാനപാത്രം എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ഏതാണ് ഈ പാനപാത്രം? 4ാമത്തെ സഹനത്തിന്റെ മട്ടുവരെ കുടിച്ചു തീർക്കേണ്ട പാനപാത്രം. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എടുത്തു മാറ്റണമേ, കാരണം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടോ? പിതാവ് പ്രാർത്ഥന കേട്ടോ? കേട്ടില്ല. എന്നിട്ട് പറഞ്ഞു, മോനെ നീ കുടിച്ചേ പറ്റൂ, കുടിക്കാനുള്ള ശക്തി എന്താ കേട്ടോ? നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. അതിനർത്ഥം എന്താ? അവന് കറേജ് കിട്ടി, ധൈര്യം കിട്ടി, ശക്തി കിട്ടി. പിന്നെ അവിടെ അപ്പോഴേക്കും ആര് വരുന്നുണ്ട്? ജൂഡസ് പടയാളികളെ കൂട്ടി വരുന്നുണ്ട്. GPS ലൊക്കേഷൻ ഇട്ട് നേരത്തെ
പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടയാളികൾ കൃത്യമായിട്ട് സ്ഥലത്തെത്തി ജീസസിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾ ഓർക്കുക, ആ രാത്രിയിൽ ഈശോ 4 കോടതി വരാന്തകളിലൂടെ കയറി ഇറങ്ങി. അന്നാസിന്റെ, കയ്യഫാസിന്റെ, പീലാത്തോസിന്റെ, ഹെറോദോസിന്റെ ഒരൊറ്റ രാത്രിയിൽ 4 കോടതി വരാന്തകളിലൂടെ കയറി ഇറങ്ങിയ നിഷ്കളങ്കനായ നസ്രത്തിലെ 33കാരൻ അവസാനം അവരെന്ത് ചെയ്തു? പീലാത്തോസ് പറഞ്ഞു, കിടങ്ങി കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ കിടങ്ങിൽ കൊണ്ടിട്ടു. കുപ്പിച്ചില്ലും മുള്ളും ഈ എന്താ പറയാ ക്ഷുദ്രജീവികളൊക്കെ അടങ്ങുന്ന അത് ബൈബിൾ വായിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ബൈബിൾ വായിക്കുന്നില്ല. പക്ഷേ ഈശോയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജോസേഫസ് ഫ്ലാവിയസ് എന്ന് പറയുന്ന ജൂവിഷ് ഹിസ്റ്റോറിയൻ, അയാളുടെ പുസ്തകത്തിൽ ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നസറത്തിൽ നിന്ന് വന്ന, ഗലീലയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ റബ്ബിയെ പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം അവരിങ്ങനെ കിടങ്ങിയിട്ടു. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് കയർ കൊണ്ട് വലിച്ചു കയറ്റി. എന്നിട്ട് വിധിവാചകം പറഞ്ഞു, 40 അടി കുരിശുമരണം. അങ്ങനെ വിചാരണയ്ക്ക് ശേഷം കുരിശുമരണത്തിന് വേണ്ടി കാൽവരി മലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവന് 40 തവണ ചാട്ടവാറ കൊണ്ട് അടികിട്ടി. ചാട്ടവാറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 1.5 കിലോ തൂക്കുണ്ടാകാം വിപ്പിന്. ആ അറ്റം ഉണ്ടല്ലോ, ചാട്ടയുടെ അറ്റം, അതിങ്ങനെ കുപ്പിച്ചില്, ഈയം, അസ്ഥി ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ചാട്ട ഉണ്ടാക്കുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോയുടെ പുറത്ത് ഇങ്ങനെ ഇത് വന്ന് തറച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മാംസം ഇങ്ങനെ തെറിച്ചു പോകുന്നത് നമ്മൾ കണ്ടതിനേക്കാളൊക്കെ 1000 മടങ്ങ് ക്രൂരതയിലാണ് ഈ റോമൻ പടയാളികൾ അവരുടെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു അടി കിട്ടിയാൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ആരായാലും അവർ വീണു പോകും, ഈശോ മരിച്ചു പോകുമെന്ന് കരുതി അവരെന്ത് ചെയ്തു? നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അവർ അവന് നീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. ഇല്ലേ? കുരിശിന്റെ വഴിയിൽ നമ്മൾ വായിക്കുന്നുണ്ടത്. എന്തിനാണ് അവര് നീറ കലർത്തി വീഞ്ഞു കൊടുത്തേ? മീറ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉള്ള ഏതെങ്കിലും ചേച്ചിമാരുടെ പേരല്ല അത് ഉദ്ദേശിച്ചത്. എന്താണ് മീറ? സംഗതിയൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ ഇത് സംഗതി നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? ഇങ്ങനൊന്ന് വായിക്കണം, നിങ്ങൾ ബൈബിളൊക്കെ വായിക്കണം, പ്രത്യേകിച്ച് പീഡാനുഭവ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. മീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ അവിടെ നിർത്തണം, എന്നിട്ട് ചോദിക്കണം വാട്ട് ഈസ് ദാറ്റ്. മീറ അനോയിന്റിങ് ഓയിലാണ്, മരിച്ചവരുടെ ദേഹത്ത് പുരട്ടുന്ന ഓയിലാണ്. പക്ഷെ ഈ ഓയില് ഈ വീഞ്ഞിന്റെ കൂടെ കലർത്തി കഴിഞ്ഞാൽ ലോക്കൽ അനസ്തേഷ്യ എടുക്കുന്ന പോലെ, അതായത് കുറച്ചു നേരത്തേക്ക് അത് കുടിച്ചാൽ പിന്നെ കുറച്ച് മരവിപ്പ് അനുഭവപ്പെടും, വേദന അറിയില്ല. അപ്പൊ ഈശോ വേദന അറിയാതിരിക്കാൻ വേണ്ടി അവർ കൊടുത്തൊരു സഹായമാണോ? ആണോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതായിരുന്നില്ല, അവനെ ജീവനോടെ കൊല്ലണമെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് ഇവന്റെ ജീവൻ പോയേക്കുമോ എന്ന് കരുതിയിട്ടാണ് അവര് മീറ കലർത്തി വീഞ്ഞു കൊടുക്കുന്നത്. മീറ കലർത്തി വീഞ്ഞു കൊടുത്താൽ അവന് ക്ഷീണം ഉണ്ടാവില്ല കുറച്ചു നേരത്തേക്ക്. പക്ഷെ അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടി നിർത്തിയെന്ന്. അതുകൊണ്ട് അവൻ അത് കുടിച്ചില്ല എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. കാരണം എന്താ? വേദന സഹിച്ചു വേണം കാൽവരി മലയുടെ മുകളിൽ എത്താൻ. അതുകൊണ്ട് ഈശോ അത് കുടിച്ചില്ല. പിന്നെ ശമീയോന്റെ സഹായത്തോടെ കാൽവരി മലയുടെ മുകളിൽ എത്തിച്ചേരുന്ന ഈശോയെ അവര് കുരിശിൽ തറയ്ക്കുന്നു. കുരിശി കിടക്കണ സമയത്ത്, ചുരുക്കി പറയാം, കുരിശി കിടക്കണ സമയത്ത് പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനെന്ന വണ്ണം അവൻ ഇങ്ങനെ പറഞ്ഞു, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ അത്ര നേരം ദാഹം ഉണ്ടായില്ല. തലേ ദിവസം വൈകുന്നേരം 8 മണിക്കോ 9 മണിക്കോ ഇവിടെ നിന്ന് സെഗ്യോൻ മാളികയിൽ നിന്ന് പുറപ്പെട്ട ആള് പിറ്റേന്ന് ഉച്ചയ്ക്ക് 2:30 1 മണി സമയത്ത് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു. ദാഹില്ലാഞ്ഞിട്ടല്ല, അതിങ്ങനെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്ന എന്താ? പടയാളികളിൽ ഒരുവൻ ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ നീർപ്പഞ്ഞി വെച്ച് കെട്ടി അതിൽ വിനാഗിരി മുക്കി അവന്റെ ചുണ്ടോടടുപ്പിച്ചു. ഓർക്കാം, ഹിസോപ്പ് ചെടിയുടെ തണ്ടിലാണ് വീടിന്റെ കട്ടിലപ്പടിയില് അവർ കുഞ്ഞാടിന്റെ രക്തം തെളിച്ചത് എന്ന് പെസഹ രാത്രിയില്. അതുപോലെ ഈ ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ നീർപ്പഞ്ഞി വെച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് വെച്ച് കെട്ടി അതില് വിനഗർ മുക്കി. വാട്ട് ഈസ് വിനഗർ? യഹൂദന്റെ വിനഗർ എന്ന് പറയുന്നത് വീഞ്ഞ് പുളിച്ചതാണ്, സോർ വൈൻ, പുളിച്ച വീഞ്ഞാണ്. അപ്പൊ ഈ വീഞ്ഞില് മുക്കിയിട്ട്
അവന്റെ ചുണ്ടോടടുപ്പിച്ചു, അവനത് കുടിച്ചു. അവനത് കുടിച്ചിട്ട്, ഗ്രീക്ക് ഭാഷയിലെ ബൈബിളില് നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ കുടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, തെത്തലെസ്തായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നാലാമത്തെ കപ്പ് കുരിശി കിടന്ന് കുടിച്ചു. അവൻ പറഞ്ഞു, എവരിതിങ് ഈസ് അക്കംപ്ലിഷ്ഡ്, എല്ലാം പൂർത്തിയായി. ഈശോ നാലാമത്തെ കപ്പ് കുടിച്ചത് എവിടെ? കുരിശിൽ. അപ്പോ ഈശോ ശരിക്കും ബലി അർപ്പിച്ചത് എവിടെ? ഉത്തരം വീണ്ടും തെറ്റാണ്. ഉത്തരവല്ല തെറ്റ്, ശരിക്കും ചോദ്യമാണ് തെറ്റ്. ഈശോ വിശുദ്ധ കുർബാന ആരംഭിച്ചത് സെഹിയോനിലാണ്, പൂർത്തിയാക്കിയത് കാൽവരിമല. അപ്പൊ സെഹിയോൻ മാളികയിൽ നിന്ന് ആരംഭിച്ച വിശുദ്ധ കുർബാന കാൽവരി മലയിലെ പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പൂർത്തിയാകുകയാണ്. തലേ ദിവസം വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ കുർബാന പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. എത്ര മണിക്കൂർ എടുത്ത കുർബാന? 21 hours അല്ലേ? ശരിയല്ലേ? ലിറ്ററലി 3 മണിക്കാണ് നമ്മൾ വായിക്കുന്നത്. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. നിങ്ങൾ ഓർക്കുക, 12 മണിക്കിലാണ് അവനെ കുരിശിലേക്കിയത്. അതാണ് ഈ 6 മണിക്കൂർ എന്ന് പറയുന്നത് അല്ലേ? യഹൂദന്റെ 6 മണിക്കൂർ കൂടി കൂട്ടിച്ചേർക്കണം. അതല്ലേ കുഞ്ഞാടിനെ കൊല്ലുന്ന സമയം? 12 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം. 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്താണ് അവനെ കുരിശിൽ നിന്ന് അറുക്കുന്നത്. അവന്റെ രക്തമൊക്കെ തുടച്ച് അവനെ സംസ്കരിക്കാനാണ് ഒരുക്കുന്നത്. ഈശോ കുഞ്ഞാടാണെന്ന്, ഈശോയുടെ ബലിയർപ്പണമാണെന്ന് അവരെ തിരിച്ചറിയാണ്. അപ്പോ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ നമ്മുടെ ഈ ടോപ്പിൽ ഒറ്റ ചോദ്യമുള്ളൂ. ഈ ബലി തന്നെയല്ലേ ഓരോ ദിവസവും ഓരോ വൈദികനും ഇയാൾ താനെ അർപ്പിക്കുന്നത്? അല്ലേ? ഇതിന്റെ പുനരാവർത്തനമല്ലേ, പുനരാവിഷ്കരണമല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചാണ് അല്ലേ? അപ്പൊ ഒരു ചോദ്യം, ഈ കുർബാന മധ്യേ അച്ഛൻ എടുത്തുയർത്തുന്നത് എത്രാമത്തെ കപ്പാണ്? നാലാമത്തെ കപ്പാണ്. വീണ്ടും ഉത്തരം തെറ്റാണ്. നിങ്ങൾ ശരിക്കും വായിക്കുക എന്താണ്. അതായത് കുർബാന മധ്യേ അച്ഛൻ ആ പാനപാത്രം എടുത്തിട്ട് എന്താ പറയുക? അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് കൊടുത്തു. അത് 3-ാമത്തെ അല്ലേ? 1-ാമത്തെ കപ്പിന്റെ പേരെന്താ? ബ്ലെസ്സിംഗ്. 2-ാമത്തത് ഫോർഗീവ്നെസ്. 3 താങ്ക്സ് ഗിവിംഗ്. 4 ഓക്കെ. അപ്പൊ 3-ാമത്തെ അല്ലേ എടുത്തത്? അപ്പൊ കുർബാന ശരിക്ക് അത് കഴിഞ്ഞിട്ട് വേറെ കപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ടാവും. കമ്മ്യൂണിയുടെ സമയത്ത് എടുത്ത് കൊടുക്കുന്ന ആ കപ്പ് തന്നെ, വേറെ കപ്പല്ല. അപ്പൊ 4-ാമത്തെ കപ്പ് ഉണ്ടെങ്കിലല്ലേ കുർബാന പൂർത്തിയാവും. ഇപ്പൊ പറഞ്ഞതനുസരിച്ച് എവിടെ 4-ാമത്തെ കപ്പ്? 4th കപ്പ്. വിശുദ്ധ കുർബാനയില് ഞാനെടുത്ത് ഉയർത്തുന്നത് 3-ാമത്തെ കപ്പാണ്. നീ നിന്റെ ലൈഫിൽ ഓരോ ദിവസവും എടുത്ത് ഉയർത്തുന്നത് ഈ 4-ാമത്തെ കപ്പാണ്. സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ ആ കപ്പനെ കുടിക്കും. എന്നിട്ട് നീ പറ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ കപ്പ് കുടിക്കാതെ ഒരു കുർബാനയും പൂർത്തിയാവില്ല. 3-ാമത്തെ കപ്പ് വരെയാണ് പള്ളിയിലുള്ളൂ. 4-ാമത്തെ കപ്പ് പള്ളിക്ക് പുറത്താണ്, നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ജോലി സാഹചര്യങ്ങളിലാണ്. എവിടെയാണോ നമുക്ക് ആ കുരിശ്, ആ കപ്പ്, വേദനയുടെ സഹനത്തിന്റെ 4-ാമത്തെ കപ്പ് തന്നിട്ടുള്ളത്, അത് കുടിക്കാതെ, അത് സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ, തമ്പുരാനെ നന്ദി പറഞ്ഞ് കുടിക്കാതെ ഒരു കുർബാനയും പൂർത്തിയാകില്ല. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ വിവാഹം അത് പള്ളിയിൽ വെച്ചാണ് നടന്നത് അല്ലേ? ആ ഒരു കുർബാനയുടെ മധ്യല്ലേ ഈ കല്യാണം നടന്നത് അല്ലേ? എന്തിനാണ് കുർബാനയുടെ മധ്യ വേറൊരു കൂതാശ കൊണ്ടുവച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫാമിലിയെ
നിങ്ങളുടെ വിവാഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വിശുദ്ധ കുർബാനയായതുകൊണ്ടാണ്. ഞങ്ങൾ പൗരോഹിത്യം സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മധ്യയാണ്. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് അവര് സഭാവസ്ത്രം സ്വീകരിച്ചത്, പ്രൊഫഷൻ അവര് ഏറ്റുപറഞ്ഞത് വിശുദ്ധ കുർബാനയുടെ മധ്യയാണ്. അതിനർത്ഥം എന്താ? വിശുദ്ധ കുർബാന നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്, പൊതിയുന്ന കൂദാശയാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഈ കൂദാശയിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ലൈഫില്ല. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങള് ചെറുക്കനും പെണ്ണും ആദ്യമായിട്ട് ഇങ്ങനെ കരം പിടിച്ച് ഇങ്ങനെ ദേവാലയത്തിന്റെ നടയിലേക്ക് വിവാഹ ദിവസം കടന്നു വരുന്ന സമയം വരെ നിങ്ങൾ ചെറുക്കനും പെണ്ണുമാണ്. പക്ഷെ വിവാഹം നടന്നതിന് ശേഷം, ആ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾ ചെറുക്കനും പെണ്ണും അല്ല, നിങ്ങൾ ആരാണ്? ഭാര്യ ഭർത്താവാണ്. The transformation takes place within the mass. അല്ലേ? വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ കുടുംബം, അത് ഈ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നടക്കേണ്ട സ്ഥലം ഏതാണ്? ഇവിടെയാണ്. ഇനി ഈ കുർബാനയുടെ മധ്യയാണ് നിങ്ങൾ കർത്താവിന് വാക്ക് കൊടുക്കുന്നത്, ഇന്ന് മുതൽ മരണം വരെ. എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ നമ്മൾ ആരുടെ അടുത്തേക്ക് ആദ്യം ഓടേണ്ടത്? ഓടുന്ന ആരുടെ അടുത്തേക്ക്? നമ്മുടെ നാട്ടുകാരുടെ അടുത്തേക്ക്, വക്കീലിന്റെ അടുത്തേക്ക്. നമ്മൾ ശരിക്കും വരേണ്ടത് എവിടെയാണ്? നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കേടായി. നമ്മൾ എവിടേക്ക് പോകാം? അത് വാങ്ങിച്ച കമ്പനിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ കടയിലേക്ക് പോകും, കൊണ്ടുകൊടുക്കും, മാറ്റിത്തരാൻ പറയും. നമ്മുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ഇടമേതാണ്. നിങ്ങൾ എവിടെ വെച്ചാണോ ഭാര്യയെ ഭർത്താവിനായിട്ട് നിങ്ങൾ മാറിയത് അവിടേക്ക് വരണം. അത് കുർബാനയാണ്. നിങ്ങളുടെ ലൈഫ് ശരിക്കും മുഴുവൻ സറണ്ടർ ചെയ്യേണ്ട ഇടം എന്ന് പറയുന്നത് ഈ ബലിപീഠമാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ മുടങ്ങരുതെന്ന് വൈദികര് ആവർത്തിച്ച് പറയുന്നത്. ചെറിയ കാര്യങ്ങളുടെ പേരില് ഈ കുർബാന മുടക്കം വരുത്തുമ്പോ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളുടെ പേരില് ഈ കുർബാനയ്ക്ക് നേരം വൈകി വരുമ്പോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ വന്നതിനെ കുറിച്ച് ഒരുപാട് ഈശോ സന്തോഷിക്കുന്നുണ്ടെന്നാണ്. നമ്മൾ അവഹേളിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. കുർബാന മേശയിലെ തർക്കങ്ങൾ ഈശോയുടെ സങ്കടങ്ങളാണ്. കുർബാനയ്ക്ക് വരാത്ത കുടുംബങ്ങൾ ഈശോയുടെ വേദനയാണ്. കാരണം അവനിങ്ങനെ ബലിയായി തീരുന്നത് ഈ കുർബാനയിലാണ്. കുർബാനയെ നിങ്ങൾ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ മക്കളോട് ചേർത്ത് പിടിക്കാൻ പറ. ബാക്കിയെല്ലാം ശരിയാവും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.